സംസ്ഥാനത്ത് കാലവർഷമെത്തി. ഒരാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് മെയ് 30-ന് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി അടുത്ത 7 ദിവസം വ്യാപകമായ ഇടിമിന്നലിനും കാറ്റോടുകൂടിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ 3 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി കൃഷിമന്ത്രി പി പ്രസാദ്. വ്യാഴാഴ്ച രാവിലെ മുതലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പുറക്കാട് പനയേൽ ചർച്ചിലെ ക്യാമ്പ്, കാരൂർ പുഞ്ചവയൽ ക്യാമ്പ് ഉൾപ്പെടെ അമ്പലപ്പുഴ താലൂക്കുകളിലെ ക്യാമ്പുകളിൽ എച്ച് സലാം എംഎൽഎയും മന്ത്രിക്കൊപ്പം സന്ദർശനം നടത്തി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹോമിയോ, ആയുർവേദം തുടങ്ങിയ വിഭാഗക്കാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ ക്യാമ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ക്യാമ്പുകളിലെല്ലാം ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഈ മഴ മൂലം വ്യാപകമായി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നതാണ്. ഏറെക്കുറെ എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നിട്ടുണ്ട്. 1000-ലധികം ആളുകൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ അവരെ അങ്ങോട്ടേക്ക് മാറ്റി പാർത്തിട്ടുണ്ട്. കഴിഞ്ഞ 2018-ലും 2019-ലും എല്ലാം ഉണ്ടായ പ്രളയത്തിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും സമയങ്ങളിൽ അനുഭവപ്പെടാത്തത്ര വെള്ളക്കെട്ടും വെള്ളം കയറലും അന്ന് കയറിയിട്ടില്ലാത്ത ഇടങ്ങളിൽ ഇപ്പോൾ കയറുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യേകതയായി കാണുന്നത്. ചില തോടുകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇപ്പോൾ കായംകുളത്ത് തന്നെ കരിപ്പുഴത്തോടും മലയം കനാലുമെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ 100 കണക്കിന് ആളുകൾ കായംകുളം മുനിസിപ്പൽ പ്രദേശത്ത്, കായംകുളം മുനിസിപ്പാലിറ്റിയിലെയും കൃഷ്ണപുരം പഞ്ചായത്തിലെയും 100-ലധികം കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ഭക്ഷണത്തിൻ്റെയും അവർക്ക് ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുള്ള താമസത്തിന് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മറ്റ് ആരോഗ്യപരമായി അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എംഎൽഎമാർ പങ്കെടുത്തുകൊണ്ട് വെള്ളിയാഴ്ച യോഗം ചേരും. ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ചെറിയ സമയത്തിനുള്ളിൽ തീവ്രമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറാത്ത ചിലയിടങ്ങളിലും ഇത്തവണ വെള്ളം കയറിയതായി കാണുന്നു. ചില തോടുകൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. വെള്ളക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ മുൻകരുതലുകൾ എടുക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും ഓടകളിൽ മാലിന്യം തള്ളാതിരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷ്ണപുരം, പുള്ളിക്കണക്ക്, അരീക്കര, വള്ളിക്കുന്നം, മുതുകുളം, കരുവാറ്റ, പുറക്കാട്, കരൂർ, വാടയ്ക്കൽ തുടങ്ങിയ ക്യാമ്പുകളാണ് മന്ത്രി സന്ദർശിച്ചത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കായംകുളം നഗരസഭാ അധ്യക്ഷ പി ശശികല, തഹസിൽദാർ അജിത് ജോയ്, ഡെപ്യൂട്ടി തഹസിൽദാർ ഉണ്ണികൃഷ്ണൻ മൂസദ് എന്നിവർക്കൊപ്പമാണ് മന്ത്രി എത്തിയത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ പോരൂക്കര സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് കുട്ടനാട് എംഎൽഎ തോമസ് കെ തോമസ് സന്ദർശിച്ചു. പഞ്ചായത്തിലെ 7 കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. LDF മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറും എംഎൽഎയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച 7 കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെയും വില്ലേജ് ഓഫീസിന്റെയും കൃഷി ഓഫീസിന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരുമാണ് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ക്യാമ്പിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി പറഞ്ഞു. ചമ്പക്കുളം പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് നമ്മുടെ ഫാദർ തോമസ് പോരൂക്കര സ്കൂളിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചു. ഇന്നലെ രാത്രിയിൽ ഒരു കുടുംബം വന്നു. രാവിലെ ആയപ്പോൾ 3 കുടുംബങ്ങളും കൂടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുല്ലങ്കടിയിൽ നിന്നും തെക്കേക്കരയിൽ നിന്നും 4-ാം വാർഡ്, 5-ാം വാർഡ്, 9-ാം വാർഡിൽ നിന്നൊക്കെ കുടുംബങ്ങൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. ഉച്ചഭക്ഷണം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. MLAയും നിയുക്ത MPയും ഒക്കെ നമ്മൾ ക്യാമ്പ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. മെമ്പർമാരെല്ലാവരും വിജിലൻ്റാണ്. എല്ലാ വാർഡിലും മെമ്പർമാരെല്ലാം വിജിലൻ്റാണ്. വെള്ളം കയറി വരുന്നതനുസരിച്ച് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചമ്പക്കുളം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തോമസ് ജോസഫ് എന്നിവരും MLAയ്ക്കൊപ്പം ക്യാമ്പ് സന്ദർശിച്ചു.
തോരാത്ത മഴയിൽ മാന്നാറിൽ തോട് കരകവിഞ്ഞൊഴുകി റോഡിലും വീടുകളിലും വെള്ളം കയറിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി. മാന്നാർ പഞ്ചായത്ത് 16, 17 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ശാസ്താമിൽപ്പടി പാലച്ചുവട് റോഡിന്റെ സമീപത്തുള്ള തോടാണ് കരകവിഞ്ഞൊഴുകിയത്. തോടിന്റെ വശങ്ങളിലുള്ള 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. കാട് പിടിച്ചും മാലിന്യങ്ങളടിഞ്ഞും നീരൊഴുക്ക് തടസ്സമായി വന്നതോടെ പെരുമഴ പെയ്ത്തിൽ വെള്ളം തോട്ടിൽ നിന്നും കവിഞ്ഞൊഴുകുകയായിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട മാലിന്യങ്ങൾ നീക്കി തോട് വൃത്തിയാക്കാത്തതിനാലാണ് പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത സ്ഥലത്ത് ഇപ്പോൾ വെള്ളം കയറാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. 2018 പ്രളയ സമയത്ത് പോലും നമുക്ക് ഈ വഴികളിലൊന്നും വെള്ളമൊന്നും കയറാത്തൊരവസ്ഥയായിരുന്നു. ഇതിപ്പം തോട് ശുചീകരണം നടത്താത്തതിൻ്റെ ഒരു പോരായ്മയുണ്ട്. കാരണം എല്ലാം മണ്ണൊക്കെ അടഞ്ഞും കാടും പിടിച്ചൊക്കെ നല്ലപോലെ കിടക്കുന്നുണ്ട്. അപ്പം നീരൊഴുക്ക് നല്ലൊരു തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം പഞ്ചായത്ത് തന്നെ നടപടി സ്വീകരിച്ച് അടുത്ത കാലവർഷം ഇതിനു മുമ്പ് വൃത്തിയാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും. കാരണം ഒരുപാട് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകേണ്ട സമയമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുറ്ററ്റം വെള്ളം ഇപ്പോൾ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. കാലവർഷയുടെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും മുങ്ങുന്നൊരവസ്ഥയായിരിക്കും ഇവിടെ വരുന്നത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ്, വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇവരെ പ്രദേശവാസികൾ തങ്ങളുടെ പ്രതിഷേധവും അറിയിച്ചു. സമയത്ത് നമ്മൾ പഞ്ചായത്തിൽ പരാതി എഴുതി കൊടുക്കും. ഇത്രയും വീട്ടുകാരും കൂടെ ഒപ്പിട്ടാണ് കൊടുത്തത്. പിന്നെ ഇവരെ കൃഷിഭവനിലാണ് കൊണ്ട് കൊടുത്തിരിക്കുന്ന പേപ്പർ. ഈ മഴ സമയത്ത് ക്ലീനിങ്ങിന് വന്ന രക്ഷയില്ല. ശുചീകരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊരു ഇതുണ്ടായിരുന്നു. കുടുംബശ്രീക്കാരെ എല്ലാം വിളിച്ച് ഒരു ക്ലാസ് നടത്തി. ശുചീകരണം എന്ന് പറഞ്ഞാൽ ഉണക്ക് സമയത്താണ് ചെയ്യേണ്ടത്. മഴ സമയത്ത് ഒരിക്കലും ശുചീകരണം നടക്കത്തില്ല. അവർക്കറിയാം ഈ തോടെന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ്. മഴ ഇത്രയും കുഞ്ഞുങ്ങളുള്ള വീടുകൾ ഇവിടെ ഇല്ല. അപ്പം നമ്മൾ നേരത്തെ ഈ പരാതി കൊടുത്തപ്പോൾ അവർ നേരത്തെ ഇത് ശുചീകരണം ചെയ്യണമായിരുന്നു. വെള്ളം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അത് നോക്കേണ്ട പ്രയോജനമില്ല. അതിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളെല്ലാം തോടാണ്. ആദ്യമായാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതെന്നും ദുരിതത്തിൽ നിന്ന് ജനങ്ങളെ ഒഴിവാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് TV രത്നകുമാരി KCV ന്യൂസിനോട് പറഞ്ഞു. തോട് മൊത്തം ഇപ്പം വെള്ളം നിറഞ്ഞൊഴുകി ഇപ്പോൾ ഈ വീടുകളിലെല്ലാം മുറ്റത്ത് വരെ വെള്ളം വീടിനടുത്തേക്ക് കയറാറായിരിക്കുകയാണ്. പ്രതീക്ഷിക്കാതിരിക്കുന്ന ഉള്ളൊരു വെള്ളമാണ് ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ 2018 പ്രളയത്തിൽ പോലും സംഭവിക്കാത്തൊരു ജലമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ഒരു തോട് ഇടിഞ്ഞ് വീണ് മതിലിടിഞ്ഞ് വീണ് തോട്ടിലോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു പരിധിവരെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള നടപടികൾ ചെയ്തുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അനധികൃതമായി നിലം നികത്തിയതിനെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി P. പ്രസാദ് അറിയിച്ചു. ജില്ലാ കളക്ടർക്ക് ലഭിച്ച 52 പരാതികളിൽ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. അനധികൃത നിലം നികത്തൽ ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ തന്നെ അധികൃതരെ അറിയിക്കണം. എല്ലാ തഹസിൽദാർമാരുടെയും ഫോൺ നമ്പർ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജനകീയമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അനധികൃതമായി നിലം നികത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ ഈ നമ്പറുകളിൽ വിളിച്ച് പരാതിപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ കഴിവുകളെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ പ്രായഭേദമന്യേയുള്ള വേദിയാണ് കുടുംബശ്രീ എന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ. രാജ്യത്തിന് തന്നെ മാതൃകയാവാൻ കഴിഞ്ഞ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു. കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് സർഗോത്സവം അരങ്ങ് 2024 എന്ന പേരിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന കലാമത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം പത്തനംതിട്ട അബാൻ ആർക്കേഡ് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ. കല എന്നുള്ള കാര്യത്തിന് ശരിക്കും ഒരു പ്രായമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പം അതിനെ ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ തവണ പ്രമാടം പഞ്ചായത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാര്യം കുടുംബശ്രീ എന്ന് പറഞ്ഞ പ്രസ്ഥാനം നമ്മൾ വിചാരിക്കും നമ്മളുടെ ഒരു അയൽക്കൂട്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരും വിചാരിക്കുന്നത് നമ്മൾ അയൽക്കൂട്ടത്തിൽ നമ്മൾ ചെല്ലുന്നു, നമ്മൾ ചില പരിപാടിയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുന്നു, നമ്മൾ ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒരു മൊത്തത്തോടെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു രാജ്യം, നമ്മുടെ ഇന്ത്യയിൽ തന്നെയല്ല പുറത്തു പോലും ഈ കുടുംബശ്രീയെ പറ്റി, ഒരു പ്രസ്ഥാനത്തെ പറ്റി പലപ്പോഴും ഡിസ്കഷൻസ് വരാറുള്ള ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞത്.
ഇതിൻ്റെ ഒരു വലിപ്പവും ഒരു വ്യാപ്തിയും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് ബാക്കി സ്ഥലങ്ങളിലോ ഒക്കെ പോയി സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് എത്രത്തോളം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് കുടുംബശ്രീ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പല കാരണങ്ങളാൽ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ തങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയ ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് രണ്ടാമതൊരു അവസരമാണ് കുടുംബശ്രീയുടെ സർഗോത്സവത്തിലൂടെ ലഭിക്കുന്നത്. പ്രായഭേദമന്യേ സ്ത്രീകൾ അവരുടെ കലാപരിപാടികൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ കലയ്ക്ക് പ്രായമില്ല എന്ന സന്ദേശമാണ് നൽകുന്നതെന്നും കളക്ടർ പറഞ്ഞു. 4 വേദികളിലായാണ് അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറിയത്. ഓരോ വിഭാഗത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് ലഭിക്കുന്ന വിജയികൾ ജൂൺ 7, 8, 9 തീയതികളിൽ കാസർഗോഡ് നടക്കുന്ന സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കും. ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തുളസീധരൻ പിള്ള, കുടുംബശ്രീ ADMC കെ ബിന്ദുരേഖ, CDS ചെയർപേഴ്സൺമാർ, റിസോഴ്സ് പേഴ്സൺസ്, അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1 വർഷമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി നടത്തിവരുന്ന കരാട്ടെ പരിശീലനത്തിൽ പങ്കെടുത്തവർക്കുള്ള യൂണിഫോം വിതരണവും ചടങ്ങിൽ നടന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ദേവദാസിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1-ന് ചമ്പക്കുളം പൂത്തറ കുടുംബത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മന്ത്രി സജി ചെറിയാൻ, MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, ജോസ് കെ മാണി, MLA-മാരായ തോമസ് കെ തോമസ്, പ്രമോദ് നാരായൺ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, പ്രാദേശിക ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് PR ദേവദാസ് അന്തരിച്ചത്. 68 വയസ്സായിരുന്നു. 1998 അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട PR ദേവദാസ് 2000 മുതൽ തുടർച്ചയായി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. സഭയുടെ മുഖപത്രമായ കർമ്മയുഗത്തിൻ്റെ പത്രാധിപർ, 2004 മുതൽ 2010 വരെ PSC അംഗം, കേരള നവോത്ഥാന സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ, ഹിന്ദു പാർലമെന്റ് മുൻ അധ്യക്ഷൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2001 3 വിശ്വകർമ്മ സംഘടനകളുടെ ലയനത്തിന് നേതൃത്വം നൽകിയതും PR ദേവദാസാണ്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചേർന്ന അനുശോചന സമ്മേളനത്തിൽ വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. MLA-മാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചില മനുഷ്യരുടെ ചിരി, അല്ല ഒരു സംസാരം, അവരുടെ ഒരു ബന്ധം, അത് വലിയ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അതൊരു വലിയ ബന്ധമാണ്. വിശ്വകർമ്മ മഹാസഭ കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് എന്ന് പറയുന്ന ഒന്നും അറിയാൻ മേലാതെ, രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാൻ മേലാതെ ഇങ്ങോട്ട് വന്നപ്പോൾ അതിനകത്ത് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഒരു വലിയ ഒരു വല അങ്ങ് പിരിച്ചു. ഞങ്ങളുണ്ട് സാർ കൂടെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് മുന്നിൽ നിന്നതാണ് PR ദേവദാസ്. വിശ്വകർമ്മ സമുദായത്തിനും കേരള സമൂഹത്തിനും ആദരണീയനായിരുന്ന ദേവദാസ് സാറിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ആദരവോടുകൂടി പ്രണാമം നേരുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളിൻ്റെയും മനസ്സിൽ ഞങ്ങളെ ഇത്ര പെട്ടെന്ന് അനാഥരാക്കി അങ്ങ് പോയല്ലോ എന്ന വികാരമാണ് ഉണരുന്നത് എന്ന് ഞാനും തിരിച്ചറിയുകയും, ദേവദാസ് സാറ് ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച ഒരാളായിരുന്നില്ല, ഒരു ചരിത്രം സൃഷ്ടിച്ച ആളായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രം എഴുതുന്നവരെയാണ് നാം വിപ്ലവകാരികൾ എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ വിശ്വകർമ്മ സമുദായത്തിൻ്റെ ചരിത്രത്തിലെയും കേരള നവോത്ഥാനത്തിൻ്റെ തുടർഘട്ടത്തിലെയും ധീരനായ വിപ്ലവകാരിയായി ദേവദാസ് സാർ ഓർമ്മിക്കപ്പെടും എന്നതിൽ സംശയമില്ല. 10 വയസ്സുകാരൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ സമാഹരിച്ചത് 31 ലക്ഷത്തോളം രൂപ. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ ബാസിദ് എന്ന 10 വയസ്സുകാരനു വേണ്ടിയാണ് ചാരിറ്റി വ്ളോഗറായ അമർ ഷാന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രധാനമായും ധനസമാഹരണം നടന്നത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് ബാസിദിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുക. സമാഹരിച്ച പണം അമ്പലപ്പുഴ MLA H. സലാം ബാസിദിന്റെ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ചു. അമ്പലപ്പുഴ പഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു സാമ്പത്തിക കളക്ഷൻ നമ്മൾ
മറ്റു രോഗിക്ക് വേണ്ടി ഇത് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ്. അതിലെ പ്രിയപ്പെട്ട മഷാന്റെ ഒരു ശക്തമായ നേതൃത്വവും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും നമ്മുടെ സഹായകമായിട്ടുണ്ട്. കുഞ്ഞിന്റെ ഗൗരവമായ അവസ്ഥ അത് പരിഹരിക്കാൻ നമ്മുടെ നാടൊന്നാകെ അതിന്റെ ഭാഗമായി അണിചേർന്നതിനുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സമയമാണ്. നേരത്തെ ഈ ചികിത്സയുടെ ഒരു പ്രശ്നം കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്ന ഓടുന്ന സ്ഥലത്താണ് എൻ്റെ അവിടെ വന്നു. അതിന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പഞ്ചായത്തിൽ അതിന് വിവരം ജനിപ്പിക്കാൻ പറയുകയും പഞ്ചായത്ത് പൊതുവായി ആരോഗ്യ തീരുമാനിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ആ സമയത്തെല്ലാം പറയുമ്പോഴൊക്കെ നമ്മുടെ ഒരു മനസ്സിലെ ധാരണ സാധാരണ ചെയ്യുന്ന പോലെ ക്രൈറ്റീരിയ നിലയ്ക്കായിരുന്നു. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ UM കബീർ, പ്രജിത് കാരിക്കൽ, ലേഖാമോൾ, A സീന, കോർഡിനേറ്റർ U നിതിൽ കുമാർ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ മിനി ലോറി നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിച്ച അപകടം. വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ പറാൽ കണ്ടങ്കരി സണ്ണി ജെയിംസിനാണ് പരിക്കേറ്റത്. ഇയാളെ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 7 മണിക്കാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കയറ്റി വന്ന മിനി ലോറി ചങ്ങനാശ്ശേരി മതുമൂലയിൽ വെച്ച് നിയന്ത്രണം വിട്ട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് സമീപത്തെ മരത്തിലിടിച്ച ശേഷമാണ് വാഹനം നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയം റോഡിൽ ആളുകൾ കുറവായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ചങ്ങനാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. CITU സ്ഥാപക ദിനമായ മെയ് 30-ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയായി CITU തൊഴിലാളികൾ. ചങ്ങനാശ്ശേരിയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ഗവൺമെൻറ് ആശുപത്രി പരിസരവും CITU തൊഴിലാളികൾ ശുചീകരിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം AV റസൽ പതാക ഉയർത്തി. ഐക്യവും കൂട്ടായ്മയുമാണ് CITU ലക്ഷ്യമിടുന്നത്. നമ്മുടെ രാജ്യത്ത് നിരവധി തൊഴിലാളി സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആഭിമുഖ്യമുള്ള തൊഴിലാളി സംഘടനകൾ മാത്രമല്ല, വ്യത്യസ്തമായ മേഖലകളിൽ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകൾ. വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയാൽ അത്തരം ഒരുപാട് തൊഴിലാളി സംഘടനകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. CITU ജില്ലാ കമ്മിറ്റി അംഗം TP അജികുമാർ, ഏരിയ പ്രസിഡന്റ് PA നസീർ, സെക്രട്ടറി KD സുഗതൻ, PR അനിൽകുമാർ, മൻസൂർ എന്നിവർ പങ്കെടുത്തു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ടൗൺ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദാശ്രമം സ്കൂൾ കെട്ടിടവും പരിസരവും ശുചീകരിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം PR അനിൽകുമാർ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CITUവിൻ്റെ സ്ഥാപക ദിനമായ ഇന്ന് കേരള സംസ്ഥാനത്തും ഇന്ത്യയിലാകെയും CITUവിൽ അഭിലേഷൻ ചെയ്തിട്ടുള്ള വിവിധ സംഘടനകളുടെ CITU സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രധാനമായും സ്കൂളുകളും പൊതു ഗവൺമെൻറ് ഓഫീസുകളും ആശുപത്രികളുമെല്ലാം ശുചിയാക്കുകയാണ്. അത് കേവലം ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി CITUവിൻ്റെ സ്ഥാപക ദിനമായിട്ടുള്ള മെയ് 30-ന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കവലകൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വൃത്തിയാക്കി സന്നദ്ധ പ്രവർത്തനത്തോടെ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ടത്. മേഖലാ പ്രസിഡന്റ് അജേഷ്, സെക്രട്ടറി ഷാജി, അംഗങ്ങളായ അശോകൻ, ശിവദാസ്, മനോഹരൻ, മുരളീധരൻ, സിബി തുടങ്ങിയവർ പങ്കെടുത്തു. KSUവിൻ്റെ 67ാം സ്ഥാപക ദിനം പുളുങ്ങുന്നിൽ ആഘോഷിച്ചു. കുട്ടനാട്ടിലെ ഒരണ സമരം ആരംഭിച്ച പുളുങ്ങുന്ന് കനാൽ ജെട്ടിയിൽ നടന്ന ചടങ്ങിൽ സമര നേതാക്കളെ ആദരിച്ചു. ബോട്ട് പിടിച്ചുകെട്ടിയുള്ള ഒരണ സമരത്തിന്റെ പുനരാവിഷ്കരണം KSUവിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി. തുടർന്ന് ഒരണ സമര നേതാക്കളായ തങ്കമ്മ തോമസ് തയ്യിൽ, അപ്പച്ചൻ പറവേലി, തങ്കച്ചൻ വരവന്നൂർ എന്നിവരെ ആദരിച്ചു. ഷാരോൺ ടിറ്റോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അലക്സ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ഉടമകൾ ബോട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ബോട്ട് ഗതാഗതം, ജലഗതാഗതം നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഈ അനീതിക്കെതിരായി ഇവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരമാണ് കേരളത്തിൽ KSU എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടത്. ആ പ്രസ്ഥാനം ഇവിടെ നടത്തിയ ഒരണ സമരമാണ് വളർന്ന് പന്തലിച്ച് കേരളം മുഴുവൻ കത്തിജ്വലിച്ച വിമോചന സമരമായി മാറിയത്. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഈ KSU സംഘടന പിറന്നു വീണ ദിവസം. ഇന്നത്തെ KSUവിന്റെ വളർച്ച അങ്ങനെയാണ്.
ആ വളർച്ചയാണ് ഇന്നും KSUവിനെ നാട്ടുകാർ കാണുന്നത്. കേരള സമൂഹം, കേരള ജനത KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെ കാണുന്നത് നാളത്തെ കോൺഗ്രസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പാർട്ടിയുടെയും നേതാക്കന്മാർ എന്നുള്ള നിലയിലാണ്. നേതാക്കളായ AS വിശ്വനാഥൻ, ടോം നടുവിലേടം, ജോസഫ് മാമ്പുത്ര, ലിജോ മാത്യു, ജോളി ജോസഫ്, ജോൺ സി ടിറ്റോ, ജോമോൾ ജോസഫ് എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളഞ്ഞവഴി യൂണിറ്റ് വാർഷിക സമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തി. SN കവലയിലെ വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനം സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. ഈ വ്യാപാരം നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ചില വ്യാപാരികൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് സംഘടന? ഈ സംഘടനയുടെ എന്താണ് പ്രയോജനം? സ്വാഭാവികമായി ചോദിക്കാം. സത്യത്തിൽ അവരോട് എനിക്ക് പറയാൻ, നിങ്ങൾ ഈ സംഘടന 1981 രൂപം കൊള്ളുവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പഠിക്കണം. ഇന്ന് നമ്മുടെ കടയിൽ നാം കച്ചവടം ചെയ്യുന്നത് ആരെയും ഭയപ്പെടാതെയാണ്. നിങ്ങളുടെ കണക്കുകൾ, നിങ്ങളുടെ സ്റ്റോക്ക്, ഇവയെ കുറിച്ച് നിങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട എന്ന തലത്തിൽ ഇഷ്ടം പോലെ വ്യാപരിക്കുകയാണ്. അങ്ങനെയായിരുന്നു പണ്ട്. ഈ സംഘടന രൂപീകരിക്കാനുണ്ടായ കാരണം എന്താണ്? നമ്മുടെ കടപരിശോധന അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഈ സംഘടന രൂപീകരിച്ചത്. വ്യാപാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഇതേ ചടങ്ങിൽ അമ്പലപ്പുഴ DYSP KG അനീഷ് നിർവഹിച്ചു. വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പ്ലാമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി V സബിൽ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ അവാർഡുകൾ AK ഷംസുദ്ദീൻ, ഇബ്രാഹിംകുട്ടി വിളക്കേഴം എന്നിവർ വിതരണം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രതാപൻ സൂര്യാലയം, ട്രഷറർ ജേക്കബ് ജോൺ, ജനറൽ സെക്രട്ടറി മംഗളാനന്ദൻ പുലരി, പ്രദീപ് പറവൂർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഭരണസമിതിയെ വീണ്ടും തെരഞ്ഞെടുത്തു. വിഷു ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചത് ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരന്. CRPFിലെ മുൻ ഉദ്യോഗസ്ഥനായ വിശ്വംഭരൻ സ്ഥിരമായി ലോട്ടറി എടുക്കുന്നയാളാണ്. ഇദ്ദേഹം എടുത്ത VC 490-987 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ശീലമുള്ളയാളാണ് 76 വയസ്സുകാരനായ വിശ്വംഭരൻ. 5000 രൂപ വരെയുള്ള സമ്മാനങ്ങൾ ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ബമ്പർ സമ്മാനം ഇതാദ്യമായാണ് വിശ്വംഭരനെ തേടിയെത്തുന്നത്. ആലപ്പുഴ പഴവീട് നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചതെന്ന് ബുധനാഴ്ച രാത്രി തന്നെ അറിഞ്ഞെങ്കിലും വ്യാഴാഴ്ച രാവിലെയാണ് നമ്പർ നോക്കി സമ്മാനം ഉറപ്പിച്ചതെന്ന് വിശ്വംഭരൻ പറയുന്നു. ലോട്ടറി അടിച്ചത് രാത്രി തന്നെ അറിഞ്ഞു. രാത്രിയിൽ പഴവീടെന്ന് പറഞ്ഞപ്പം, ആലപ്പുഴ പഴവീടെന്ന് പറഞ്ഞപ്പോൾ രാത്രിയിൽ തന്നെ അറിഞ്ഞെന്ന് വെച്ചാൽ വിൽക്കാനും കൺഫേം ആയില്ല. പിന്നെ വെളുപ്പിന് ആളൊക്കെ വന്നു കുറേ ബോധക ആക്കി ഇതരമാണ്ട് ആദ്യമായിട്ട് കിട്ടുമ്പോൾ 5000 ഒക്കെ അടിക്കും. അങ്ങനെ സ്ഥിരം നേരത്തെ എടുത്ത് 5000, 2000 അങ്ങനെ. ഇത് 5000 ആണ് എന്ന് തോന്നുന്നത്. ഇതിപ്പോൾ 2 അമ്മ എഴുതുന്നതാണ്. സമ്മാനാർഹമായ ടിക്കറ്റ് ഫെഡറൽ ബാങ്ക് ആലപ്പുഴ ശാഖയിൽ എത്തി കൈമാറി. വിശ്വംഭരനിൽ നിന്ന് ബാങ്ക് ബ്രാഞ്ച് ഹെഡ് ജിഷ ടിക്കറ്റ് ഏറ്റുവാങ്ങി. ടിക്കറ്റ് വിറ്റ ജയലക്ഷ്മിയുടെയും ഏജന്റ് അനിൽകുമാറിന്റെയും സാന്നിധ്യത്തിലാണ് ടിക്കറ്റ് കൈമാറിയത്. റിട്ടയർഡ് CRPFകാരനായ വിശ്വംഭരൻ ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് ജോലി നിർത്തി. പിന്നീട് ലോട്ടറി എടുക്കുന്നത് ശീലമാക്കി. ജയലക്ഷ്മിയിൽ നിന്നാണ് ലോട്ടറി എടുക്കാറുള്ളത്. 2 പെൺമക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. അസമിൽ നടന്ന ദേശീയ കുംഫു ചാമ്പ്യൻഷിപ്പിൽ 176 പോയിന്റോടെ കേരളം 2ാം സ്ഥാനം കരസ്ഥമാക്കി. 20 ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ 24 സ്വർണവും 14 വെള്ളിയും 7 വെങ്കലവുമാണ് കേരളം നേടിയത്. 21 കുട്ടനാട്ടുകാരടക്കം ആലപ്പുഴ ജില്ലയിൽ നിന്നും 23 പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളിലായി കുട്ടനാട്ടിൽ നിന്നുള്ള 21 പേരും സ്വർണം കരസ്ഥമാക്കി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി.
സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.